ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ വിവേക ചൂടാമണിയിൽ 20 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. അവിടെ 18ാമത്തെ ശ്ലോകത്തിൽ വേദാന്ത ശ്രവണം സാർത്ഥകമാവാൻ എന്തൊക്കെ സാധന സമ്പത്ത് വേണം എന്ന് പറഞ്ഞു. അതിനു മുമ്പായിട്ട് അധികാരിണമാശാസ്തേ ഫലസിദ്ധിർവിശേഷതഃ എന്ന് പറഞ്ഞു. ഫലസിദ്ധി, വേദാന്ത ശ്രവണത്തിൻ്റെ ഫലസിദ്ധി അധികാരിക്കാണ് പറയപ്പെടുന്നത്. അപ്പം ആരാണ് അധികാരി എന്നുള്ളതിന് മേധാവി, വിദ്വാൻ, ഊഹാപോഹ വിചക്ഷണ പുരുഷ അധികാരി എന്ന് 16ാം ശ്ലോകത്തിൽ പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ 17ാം ശ്ലോകത്തിൽ ഒന്നുകൂടി സ്പഷ്ടമാക്കി വിവേകിയും വിരക്തനും ശമാധി ഗുണശാലിയും. ശമാധി ഗുണശാലി എന്ന് പറഞ്ഞാൽ ശമം തുടങ്ങിയ ഗുണങ്ങളോടൊത്തവൻ, മുമുക്ഷുവുമായിട്ടുള്ള ആൾക്കാണ് ബ്രഹ്മജിജ്ഞാസയ്ക്ക് യോഗ്യത. ഈ ശ്ലോകം നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ വിവേകിയും വിരക്തനും ശമാധി ഗുണശാലിയും മുമുക്ഷുവും 4 സാധനകൾ. വിവേകം, വിരക്തി, ശമാധി ഗുണങ്ങൾ, മുമുക്ഷുത്വം. ഈ 4 സാധനങ്ങളുള്ളവർക്കാണ് ബ്രഹ്മജിജ്ഞാസയ്ക്ക് യോഗ്യത. ഇതാണ് വിദ്വാൻമാരുടെ, ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അവിടെ നമുക്ക് സംശയങ്ങളുണ്ടാവും. ഈ 4ഉം തികഞ്ഞവർ ഇപ്പം എത്ര പേരുണ്ടാവും ലോകത്തിൽ? ഈ 4ഉം തികയണം വേദാന്ത ശ്രവണത്തിനെന്ന് പറഞ്ഞാൽ പിന്നെ വേദാന്ത ശ്രവണം സാധിക്കുമോ? മറുപടി, ഇതിൽ അല്പം ഏറ്റക്കുറച്ചിലുകളൊക്കെ സംഭവിക്കാം. 4ഉം പൂർണ്ണമായ ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. എങ്കിലും അല്പം ഏറ്റക്കുറച്ചിലോട് കൂടി ഈ 4ഉം ഉണ്ടാവും. 2, ശ്രവണാദി സാധന ചെയ്യുന്നത് തന്നെ ഈ ഗുണങ്ങളെ വളർത്തും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫലസിദ്ധി എന്ന് പറഞ്ഞിടത്തേക്ക് എത്തിയില്ലെങ്കിലും ശ്രവണം ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. കുറച്ചൊരു സമാധാനത്തോടു കൂടി കേൾക്കാൻ കഴിഞ്ഞാൽ ശ്രവണം ചെയ്യാം. ശ്രവണം ചെയ്യുന്നതിനനുസരിച്ച് ഈ സാധനകൾ വർദ്ധിച്ചു വരും. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം.
അത് കഴിഞ്ഞിട്ട് 19-ാം ശ്ലോകത്തിൽ ഏതാണ് ഈ സാധനകൾ എന്നുള്ളത് വിസ്തരിച്ചു പറഞ്ഞു. നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം എന്നിങ്ങനെയാണ് 4 സാധനകൾ. എന്നിട്ട് 20-ാം ശ്ലോകത്തിൽ വിവേകത്തെ പരിചയപ്പെടുത്തി. എന്താ വിവേകം? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയഃ സ്വയം നിത്യാനിത്യ വസ്തുവിവേക സമുദാഹൃത. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയഃ. ഈ ഒരു നിശ്ചയമാണ് നിത്യാനിത്യ വസ്തു വിവേകം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുമ്പോൾ ഈ ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മം മാത്രമാണ് സത്യമെന്ന ഉറപ്പാണ് അവിടെ പറഞ്ഞത്. അപ്പം നമുക്ക് സംശയം വരും, വേദാന്ത അഭ്യാസത്തിൽ നിന്നല്ലേ ഇത് വരുള്ളൂ? ഈ പറഞ്ഞ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ളതിൽ ദൃഢത കൈവരണമെങ്കിൽ അതിന് വേദാന്ത അഭ്യാസം അനിവാര്യമാണല്ലോ. അപ്പോൾ പിന്നെ വേദാന്ത ശ്രവണത്തിലേക്ക് അധികാരം കൊടുക്കാൻ തന്നെ ഇത് വേണമെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ചോദ്യം വ്യക്തമെന്ന് വിചാരിക്കുന്നു. അതിന് മറുപടി, ഇവിടെ ആചാര്യൻ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പദങ്ങൾ പ്രയോഗിച്ചെങ്കിലും അതിൻ്റെ താല്പര്യം നമ്മൾ എടുത്താൽ മതി. അതായത് താൻ തനിക്ക് ചുറ്റും കാണുന്ന, താൻ ബന്ധപ്പെടുന്ന, താൻ അനുഭവിക്കുന്ന സകല വിഷയങ്ങളും അനിത്യമാണ്. എല്ലാ വിഷയങ്ങളും, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളെന്നോ പണമെന്നോ പദവിയെന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. എന്തെന്ത് നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ, എന്തെന്ത് അനുഭവിക്കപ്പെടുന്നുണ്ടോ അതെല്ലാം അനിത്യമാണ്. 2, ഈ അനിത്യമായ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ അതിന് നിത്യമായൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ആ അടിസ്ഥാനം മാത്രമാണ് ആത്യന്തികമായ സത്യം. ഈ ഒരു ബോധം ആണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാതെ ബ്രഹ്മം തന്നെയാണ് സത്യം എന്നുള്ള ദൃഢബോധം ആരംഭത്തിലേ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ പിന്നെ ശാസ്ത്ര സ്വാധ്യായത്തിൻ്റെ ആവശ്യം പോലുമില്ല. ഇത് വിവേകചൂഡാമണി പഠിക്കുമ്പം ചെറിയ ഒരു പ്രശ്നമാണിത്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഒടുവിൽ പറയേണ്ടത് ആദ്യം പറഞ്ഞ ഒരു അനുഭവം വരും. വളരെ വിചാരം ചെയ്ത് നിർണയിച്ച് അവസാനം പറയേണ്ട കാര്യം ആദ്യം അങ്ങ് പറഞ്ഞാൽ പിന്നെ നിർണയത്തിന് ഇവിടെ സാധ്യത. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരു ശ്ലോകമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അല്ലാതെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞതിന് ശങ്കരാചാര്യർ പറഞ്ഞതിന് എതിര് പറയാമെന്ന് ആരും വിചാരിക്കരുത്. വ്യക്തമാണല്ലോ പറഞ്ഞത്. കാരണം ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ള നിശ്ചയമാണ് നിത്യാനിത്യ വിവേകം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ വേദാന്ത അഭ്യാസം? അതല്ലേ ഇപ്പോൾ വേദാന്തത്തിലൂടെ അറിയാനുള്ളത്. വേദാന്ത തത്വസാക്ഷാത്കാരം അത് തന്നെയല്ലേ. അപ്പം അത് ആദ്യമേ അത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ സ്വാധ്യായം, എന്തിനാ ശ്രവണം, മനനം, നിധിധ്യാസനം? അപ്പം മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചം അനിത്യമാണെന്നും അനിത്യ പ്രപഞ്ചത്തിന് ആസ്പദമായി അധിഷ്ഠാനമായി നിത്യമായ സത്യം ഉണ്ടാവണം എന്നുമുള്ള നിശ്ചയം അത് വേണം. അതെന്താണെന്ന് അറിയില്ല, അതെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗുരുവിൻ്റെ അടുത്ത് പോവുക, ശ്രവണം ചെയ്യുക, മനന നിധ്യാസങ്ങളിൽ ഏർപ്പെടുകയൊന്നും ആവശ്യമില്ല. അപ്പം അറിവുണ്ട്, വ്യക്തമായ അറിവുണ്ട്, പക്ഷേ വ്യതിരിക്തമായി വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല.
ഈ അവസ്ഥയാണ് വിവേകത്തിൻ്റെ ദശ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ ഈ ശ്ലോകം തെറ്റിദ്ധാരണയ്ക്ക് കാരണമാവും. ഇങ്ങനെ വിവേകചൂടാമണി ചെറിയ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കുക. നമുക്കിന്ന് ശ്രദ്ധിക്കേണ്ടത് അടുത്ത ശ്ലോകം മുതലാണ്. 21. തദ്വൈരാഗ്യം ജുഗുപ്സായ ദർശനശ്രവണാദിഭിഃ ദേഹാദി ബ്രഹ്മപര്യന്തേ ഹ്യനിത്യേ ഭോഗവസ്തുനി. തദ്വൈരാഗ്യം ജുഗുപ്സായ ദർശനശ്രവണാദിഭിഃ ദേഹാദി ബ്രഹ്മപര്യന്തേ ഹ്യനിത്യേ ഭോഗവസ്തുനി. ദർശനശ്രവണാദിഭിഃ ദേഹാദി ബ്രഹ്മപര്യന്തേ അനിത്യേ ഭോഗവസ്തുനി യാ ജുഗുപ്സ തത് വൈരാഗ്യം. തത് വൈരാഗ്യം, അതാണ് വൈരാഗ്യം. അപ്പോൾ വിവേകം പറഞ്ഞു, അടുത്ത വൈരാഗ്യത്തെ പറയുകയാണ്. അതാണ് വൈരാഗ്യം. ഏതാണ് വൈരാഗ്യം? ദർശനശ്രവണാദിഭിഃ, ദർശനം ശ്രവണം തുടങ്ങിയവയെ കൊണ്ട്, കാണുക കേൾക്കുക തുടങ്ങിയവയെ കൊണ്ട്. ഇപ്പം തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ മണക്കുക, സ്പർശിക്കുക, രുചിക്കുക. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ആ അറിവ്. ഇന്ദ്രിയങ്ങളിലൂടെ ദേഹാദി ബ്രഹ്മപര്യന്തേ, ദേഹം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളിൽ, തലങ്ങളിൽ എന്താ ദേഹം മുതൽ ബ്രഹ്മലോകം വരെയുള്ളത്? ഭോഗവസ്തുനി, ഭോഗവസ്തുവിൽ ജുഗുപ്സ, യാതൊരു ജുഗുപ്സയുണ്ടോ അതാണ് വൈരാഗ്യം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്ന് പറയാൻ കാരണം ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പല ഭാഷകളിൽ വൈരാഗ്യത്തെ നിർവചിച്ചിട്ടുണ്ട്. വിവിധ പ്രകരണങ്ങളിൽ നമുക്ക് വിവിധ ഭാഷകളിൽ പഠിക്കാം. ഇവിടെ നിർവചിക്കുന്നത് ദർശനശ്രവണാദിഭിഃ, ദർശനം ശ്രവണം തുടങ്ങിയവകളെ കൊണ്ട്, ചാൽ അർത്ഥം ഇന്ദ്രിയ ജ്ഞാനം കൊണ്ട്. ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. എന്തിനെ? ലോകങ്ങളെ. ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലമാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ അനുഭവമണ്ഡലങ്ങളെ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നു. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് എന്ന് ഉപനിഷത്ത് പറയും. ലോകങ്ങളെ പരീക്ഷിച്ചിട്ട്, ഏത് ലോകങ്ങളെ പരീക്ഷിച്ചിട്ട്? കർമ്മങ്ങളിലൂടെ സഞ്ചിതങ്ങളായ സമാഹൃതങ്ങളായ ലോകങ്ങളെ പരീക്ഷിച്ചിട്ട്. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആസമന്താത് ഈ ക്ഷണം കൃത്വ, എല്ലാ പ്രകാരത്തിലും നോക്കി പരിശോധിച്ച് പഠിച്ചിട്ട്, ഗുണദോഷ വിചാരം ചെയ്തിട്ട്, എല്ലാ ഭാഗത്തുനിന്നും ഒന്നിനെ നിരീക്ഷിക്കലാണ് പരീക്ഷിക്കുക എന്ന് പറഞ്ഞത്. ഒരു ഭാഗത്തു നിന്നല്ല, ഒരു ഭാഗത്തു കൂടെ പരിശോധിക്കുമ്പോൾ ഒരു വസ്തു ഒരു പ്രകാരത്തിൽ നമുക്ക് കാണപ്പെടും,
അതാണ് ആ വസ്തുവിൻ്റെ സ്വഭാവം എന്ന് വിചാരിച്ചാൽ തെറ്റും. അപ്പോൾ വേറെ ഭാഗത്തുനിന്ന് പരിശോധിക്കണം, വേറെ ഭാഗത്തുനിന്ന് പരിശോധിക്കണം. ഇങ്ങനെ അനേകം ഭാഗങ്ങളിൽ നിന്ന് ഒരു വസ്തുവെ പരിശോധിക്കുന്നതാണ് വാസ്തവത്തിൽ പരീക്ഷണം. ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അനുഭവ മണ്ഡലങ്ങളാണ്. ലോക്യതേ, ദൃശ്യതേ, അനുഭൂയതേ ഇത് ലോകം. കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത് ലോകം. അപ്പം ലോകങ്ങളെ പരീക്ഷിച്ചിട്ട്, അനുഭവ മണ്ഡലങ്ങളെ പരീക്ഷിച്ചിട്ട്, എല്ലാ പ്രകാരത്തിലും പരിശോധിച്ചിട്ട്, കർമ്മസഞ്ചിതങ്ങളായ ലോകങ്ങളെ പരിശോധിച്ചിട്ട് എന്നിട്ടാണ് വൈരാഗ്യത്തെ പ്രാപിക്കുന്നത്. അപ്പം ദർശന ശ്രവണാദിഭിഹി എന്ന് പറഞ്ഞാൽ കണ്ണ്, ചെവി തുടങ്ങിയവകളെ കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് പരിശോധിച്ചിട്ട് എന്തിനെ പരിശോധിച്ചിട്ട്? വിഷയങ്ങളെ പരിശോധിച്ചു. യാതൊരു ജുഗുപ്സ നേടുന്നുവോ, ജുഗുപ്സ, ഘൃണ, നിന്ദ എന്നൊക്കെ പറയാം. നിന്ദാഭാവം, ജുഗുപ്സ, ഇത്രയേ ഉള്ളൂ എന്നുള്ള. വേദാന്ത വിചാര പദ്ധതിയിൽ നല്ലൊരു പദം, നിന്ദ എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു പദം തുച്ഛബുദ്ധി എന്നുള്ളതാണ്. ഇപ്പം നിന്ദ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു 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 വിപരീതാർത്ഥം കൂടി വരുന്നുണ്ട് അറിയാണ്ട്. തുച്ഛബുദ്ധി, ഇത്രയേ ഉള്ളൂ എന്നുള്ള ബോധം. ആ പദമാണ് വിരക്തിയെ സൂചിപ്പിക്കാൻ ഭാഷ്യകാരൻ തന്നെ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് വിജ്ഞാന നൗക, അവിടെ തുച്ഛബുദ്ധിയ എന്ന് പറഞ്ഞു. പദേ നൃപാദേ പദേ തുച്ഛബുദ്ധിയ, തുച്ഛബുദ്ധിയാണ്. തുച്ഛബുദ്ധി എന്നുള്ളതിൽ ഒരു ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു അവബോധം. വളരെ ഭാരിച്ചതാണെന്ന് തോന്നിയ ഒന്ന് ഇത്ര ലഘുവാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ബുദ്ധിയാണ് തുച്ഛബുദ്ധി. എന്തിനു വേണ്ടി ഞാൻ നെട്ടോട്ടോടിയോ അതിനെ പ്രാപിക്കാൻ വേണ്ടി, അത് ഇത്രയേ ഉള്ളൂ എന്നുള്ള തുച്ഛബുദ്ധി. അപ്പം ദർശനശ്രവണാദിഭിഹി, കണ്ണ്, ചെവി തുടങ്ങിയവകളെ കൊണ്ട് യാതൊരു ഘൃണ, തുച്ഛബുദ്ധി, നിന്ദാഭാവത്തെ പ്രാപിക്കുന്നുവോ എവിടെ? ദേഹാദി ബ്രഹ്മപര്യന്തേ, ദേഹാദി ബ്രഹ്മപര്യന്തേ, ദേഹം തുടങ്ങി ബ്രഹ്മം ലോകം വരെയുള്ള. ബ്രഹ്മം എന്നുള്ളതിനവിടെ ബ്രഹ്മലോകം എന്നേ അർത്ഥം എടുക്കാൻ പറ്റൂ, അല്ലാതെ ബ്രഹ്മം എന്ന അർത്ഥം എടുക്കരുത്. ബ്രഹ്മം പരമസത്യമാണ്. പരമസത്യത്തിൽ തുച്ഛബുദ്ധി വയ്യ. അപ്പം ബ്രഹ്മലോകം എന്ന് പറയാം. അപ്പം നമുക്ക് സുഖ താരതമ്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സുഖാനുഭവത്തിൻ്റെ, ഏറ്റവും വലിയ സുഖാനുഭവത്തിൻ്റെ മേഖലയാണ് ബ്രഹ്മലോകം. അതിൽ പരം മറ്റൊരു ലോകമില്ല. തൈത്തിരീയ ഉപനിഷത്തിൽ സുഖതാരതമ്യം പറയുന്ന ഭാഗമുണ്ട്. സുഖതാരതമ്യം ആരംഭിക്കുന്നത് മനുഷ്യാനന്ദത്തിൽ വെച്ചുകൊണ്ടാണ്. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന പരമാവധി ആനന്ദം, അത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഒരാൾ യുവാവാണ്, നല്ല യുവത്വം, ശ്രേഷ്ഠനാണ്, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച ആളാണ്, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമെല്ലാം പൂർണ്ണമായ കരുത്തുള്ള ആളാണ്, ഇഷ്ടം പോലെ ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ശേഷിയുണ്ട്.
മൂന്ന് ലോകത്തിൻ്റെയും ചക്രവർത്തിയാണ്. ഈ ഭൂമി മുഴുവൻ അയാൾക്ക് സ്വാധീനമാണ്. ആശിഷ്ഠനാണ്, ബലിഷ്ഠനാണ്, ദൃഢിഷ്ഠനാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പറയണ്ടല്ലോ. അങ്ങനെയുള്ളൊരു മനുഷ്യനുള്ള ആനന്ദമാണ് മനുഷ്യാനന്ദം. നമുക്കൊക്കെ അതിൻ്റെ കോടാനുകോടിയിലൊരംശേ നമുക്കിപ്പോൾ പ്രാപ്തമാകുന്നുണ്ടാവുള്ളൂ. ഈ മനുഷ്യാനന്ദത്തെ പറഞ്ഞിട്ട് അതിൻ്റെ 100 ഇരട്ടിയാണ് മനുഷ്യഗന്ധർവന്മാരുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ദേവഗന്ധർവന്മാരുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് പിതൃലോകവാസികളായവരുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് സ്മാർത്ത കർമ്മദേവന്മാരുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ശ്രൗതകർമ്മദേവന്മാരുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ദേവന്മാരായി തന്നെ ജനിച്ചവർക്ക് ലഭിക്കുന്ന ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ഇന്ദ്രൻ്റെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് പ്രജാപതിയുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ബ്രഹ്മാവിൻ്റെ ആനന്ദം എന്ന് പറഞ്ഞ് ആനന്ദമീമാംസ പോവും. അപ്പം ബ്രഹ്മാവിൻ്റെ ആനന്ദമാകുമ്പോഴത്തേക്ക് കോടാനുകോടി ഇരട്ടിയായി മനുഷ്യാനന്ദത്തിൻ്റെ. ഇവിടെ ഓരോ ആനന്ദത്തെ പറയുമ്പോഴും നമ്മൾ ഇവിടുത്തെ വിഷയമല്ല, അത് കുറച്ച് ഉയർന്ന തലത്തിൽ പഠിക്കുമ്പോഴാണ് വരുന്നത്. ഇവിടുത്തെ വിഷയമല്ല എങ്കിലും പറയട്ടെ, ഓരോ തലത്തിലും പറയും ശ്രോത്രിയനും അകാമഹതനുമായ വിദ്വാന്റെ ആനന്ദം അതിന് തുല്യമാണെന്ന്. അവസാനം ബ്രഹ്മാനന്ദം പറഞ്ഞിട്ട് പറയും ശ്രോത്രിയനും അകാമഹതനുമായ വിദ്വാന്റെ ആനന്ദം അതിന് തുല്യമാണ്. ബ്രഹ്മാനന്ദത്തിന് മുകളിൽ ലൗകികമായ ആനന്ദം ഇല്ല. ശ്രോത്രിയനും അകാമഹതനുമായവൻ അതിനും അപ്പുറത്താണെന്ന് പറയും. അപ്പൊ പറഞ്ഞത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ലൗകിക സുഖങ്ങളിൽ പരമാവധി ബ്രഹ്മലോകമാണെന്നാണ്. സാധാരണ സ്വർഗത്തിൻ്റെയൊക്കെ കോടിക്കണക്കിന് ഇരട്ടിയാണത്രേ അവിടുത്തെ സുഖം. ഇത്രയും നല്ലാണ്ട് ഇപ്പോൾ നമുക്കാർക്കെങ്കിലും അറിയോ? അപ്പം അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ അതിലും തുച്ഛബുദ്ധി, ഇത്രയുള്ളോ എന്നുള്ള തുച്ഛബുദ്ധി. അപ്പം ശരീരം, തൻ്റെ ദേഹം മുതൽ ബ്രഹ്മലോകം വരെയുള്ള അനിത്യ വസ്തുക്കളിലെല്ലാം യാതൊരു നിന്ദയുണ്ടോ? എങ്ങനെ? വെറുതെ അല്ല, ദർശന ശ്രവണാദിപി, കണ്ടും കേട്ടും പഠിച്ച് മനസ്സിലാക്കിയിട്ട് യാതൊരു നിന്ദയുണ്ടോ? അതിന് പറയുന്ന പേരാണ് വൈരാഗ്യം. തദ്വൈരാഗ്യം ജുഗുപ്സായ ദർശന ശ്രവണാദിഭിഃ ദേഹാദി ബ്രഹ്മപര്യന്തേ ഹ്യനിത്യേ ഭോഗവസ്തുനി. അനിത്യേ ഭോഗവസ്തുനി, അനിത്യമായ ഭോഗവസ്തുവിൽ. അപ്പൊ ബ്രഹ്മാവിൻ്റെതൊക്കെ അനിത്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അപേക്ഷയിൽ ബ്രഹ്മാവിൻ്റെത് നിത്യമാണ്, നമ്മുടെ അപേക്ഷയിലോ. പക്ഷേ ബ്രഹ്മാവിൻ്റെ അപേക്ഷയിലോ അനിത്യമാണ്. നമ്മുടെ അപേക്ഷ, നമ്മളിപ്പോൾ ദേവന്മാരെ അമൃതന്മാരെന്നല്ലേ പറയുക. നമ്മുടെ അപേക്ഷയിൽ ദേവന്മാരെ അമൃതന്മാരാ. പക്ഷെ ദേവന്മാര് അവരുടെ അപേക്ഷയിൽ അമൃതന്മാരല്ല. ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, നമുക്കൊന്നും അതിൻ്റെ കൃത്യം കണക്കൊന്നും അറിയില്ല, എന്നാലും പറയാറുണ്ട്, ചിറക് മുളച്ചാൽ പിന്നെ ഈയാമ്പാറ്റ മഴപ്പാറ്റ ഒരു 1.5 നാഴികയെ നിൽക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് നിൽക്കില്ല. പരമാവധി 3.5 നാഴിക, അതിൽ കൂടുതൽ നിൽക്കില്ല. ഒരു 1.5 നാഴികയാകുമ്പോഴത്തേക്ക് എല്ലാം ചത്തു, അത്രയേ ഉള്ളൂ. പോട്ടെ, 3 തന്നെ ആയിക്കോട്ടെ, 2.5 എടുത്തോളൂ, 1 മണിക്കൂർ എടുത്തോളൂ. അപ്പോൾ 1 മണിക്കൂർ, അതാണ് അവരുടെ ആയുസ്. അപ്പം അവരുടെ അപേക്ഷയിൽ നമുക്ക് എത്ര ആയുസ്സുണ്ട്? ഒന്ന് കൂട്ടി നോക്കൂ, ഇല്ലേ?
100 ഗുണിക്കണം 360 ഗുണിക്കണം 24. അപ്പോൾ ഈയാമ്പാറ്റയുടെ അപേക്ഷയിൽ നമുക്ക് 24 ഗുണിക്കണം 360 ഗുണിക്കണം 100 ആയുസ് കൂടുതലാണ്. അത്രയ്ക്കൊന്നും നമ്മുടെ അപേക്ഷയിൽ ദേവന്മാർക്കില്ല. എന്നാലും നമ്മൾ അവരെ അമൃതന്മാരെന്നാ വിളിക്കുക. ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. അപ്പം അനിത്യമാണ്. അപ്പം ബ്രഹ്മലോകമൊക്കെ അനിത്യമാണെന്ന് വെച്ചാൽ ബ്രഹ്മലോകം അനിത്യമാണ്. എവിടെയുള്ളതാണെന്ന് പ്രമാണമൊന്നും ചോദിക്കില്ല വെച്ചാൽ ഒരു കഥ പറയാം. പ്രമാണം ചോദിക്കരുത്, എവിടെ ഉള്ളതാണെന്ന് ചോദിക്കാൻ പാടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഗുരുനാഥന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള വലിയ കൊട്ടാരമാണ് ദേവേന്ദ്രൻ്റെത്. പ്രത്യേകമായി വിശ്വകർമാവ് അത്രയും ശ്രദ്ധയോടുകൂടി സൃഷ്ടിച്ചതാണ്. എല്ലാ സംവിധാനവും ഉണ്ട്. അത് 40 ലക്ഷത്തിൻ്റെ കാലിത്തൊഴുത്തൊന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ കാലിത്തൊഴുത്താണ്. എല്ലാ സംവിധാനവും എല്ലാം. പക്ഷെ ദേവേന്ദ്രന് തോന്നുകയാണ് ഇതൊന്ന് പോരാ, ഒന്ന് മാറ്റി ഉണ്ടാക്കണം. ഇത് അമരാവതിയൊന്നും പോരാ, ഞാൻ ദേവേന്ദ്രനല്ലേ, എൻ്റെ ഗ്രേഡിനനുസരിച്ച് ഇത് പോരാ എന്നൊരു തോന്നൽ. അങ്ങനെ വിശ്വകർമാവിനെ വിളിച്ചു, ഓർഡർ കൊടുത്തു, ഇത് മാറ്റി ഉണ്ടാക്കണം. ദേവേന്ദ്രനെ കൽപ്പിച്ചാൽ ഉണ്ടാക്കാല്ലാണ്ട് വഴിയുണ്ടോ? ചെയ്യാം. ഇത് കൊള്ളില്ലല്ലോ എന്ന് നാരദന് തോന്നിയത്രേ. ഇത്ര അഹങ്കാരം പാടില്ലല്ലോ. അപ്പം നാരദൻ ഒരു മഹർഷിയെയും കൂട്ടി, ഒരാളെയും കൂട്ടി വന്നു ദേവേന്ദ്രൻ്റെ അടുത്ത്. ഇയാളുടെ വിശേഷം കരടിക്ക് പോലും ഇത്ര രോമമില്ല, അത്ര രോമാണ്, ദേഹം മുഴുവൻ രോമം. നാരദനെ കണ്ട ഉടനെ ദേവേന്ദ്രൻ നമസ്കരിച്ചു. ഇയാളെ നമസ്കരിച്ചില്ല, ഈ രോമക്കാരനെ എന്ത് നമസ്കരിക്കാനാണ്? കുശലമൊക്കെ ചോദിച്ചു. ആരാണ്? അല്ല, നിങ്ങൾ അമരാവതി മാറ്റി ഉണ്ടാക്കുക എന്ന് കേട്ടല്ലോ. അതെ, ഒന്ന് മാറ്റണം, എനിക്ക് കുറച്ചൊരു സൗകര്യക്കുറവുണ്ട് എന്നൊരു തോന്നലുണ്ട്. ആവട്ടെ, നല്ലത് തന്നെ, അതിരിക്കട്ടെ മഹർഷി. ഇയാൾ ആരാണ്? അപ്പോൾ നാരദനായിട്ട് അങ്ങേറ്റം ബഹുമാനം. നാരദൻ അവിടെ ഇരിക്കാൻ പറ്റും, നാരദൻ ഇരിക്കണില്ല. മഹർഷി ഈ രോമശൻ ഇരുന്നതിന് ശേഷമാണ് നാരദൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ബഹുമാനം കണ്ടപ്പോൾ ദേവേന്ദ്രൻ ചോദിച്ചു, ഇതാരാണ്? ഇത് രോമശ മഹർഷിയാണ്. ഇതാര്? ഇതെവിടെയാണ് ഇയാളെ താമസം? എന്താണ് ഇയാളെ വിശേഷം? അത് അദ്ദേഹം തന്നെ പറയും. എനിക്കൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തെക്കുറിച്ച്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യവർഷം ഒരു ദേവദിവസമാണ്. അങ്ങനെയുള്ള 360 ദേവദിവസം ഒരു ദേവവർഷം. ഇപ്പോൾ ഗുണിച്ചോളണേ, ആർക്കും പറ്റിച്ചാൽ ഗുണിച്ചോളൂ. അങ്ങനെയുള്ള 1200 പ്ലസ് 2400 പ്ലസ് 3600 പ്ലസ് 4800 സമം 12000 ദേവവർഷമാണ് ഒരു മഹായുഗം. അങ്ങനത്തെ 1000 യുഗം ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. ആ കാലഘട്ടത്തിൽ 14 ഇന്ദ്രന്മാർ മാറി വരും. നീയല്ല, 14 പേര് മാറും. മനു മാറും, 14 പേര്, 14 മനുക്കന്മാർ, 14 ഇന്ദ്രന്മാരൊക്കെ മാറും. അങ്ങനെയുള്ള 2
ബ്രഹ്മദിവസമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, അതായത് പകലും രാത്രിയും. 2000 മഹായുഗം. ഇപ്പോൾ 2000 ഇൻറ്റു 12000 ഇൻറ്റു ഗുണിച്ചോളുക 360. അത്രയും മനുഷ്യവർഷമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അങ്ങനെയുള്ള 360 ദിവസമാണ് ബ്രഹ്മാവിൻ്റെ ഒരു വർഷം. അങ്ങനെയുള്ള 100 വർഷമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ്. ദേവേന്ദ്രനല്ല, നമുക്ക് തന്നെ തല ചുറ്റും. അങ്ങനെ ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോൾ എൻ്റെ ഒരു രോമം കൊഴിഞ്ഞു പോകും. ദേവേന്ദ്രൻ തല ചുറ്റിന്ന് ഉറപ്പല്ലേ? നെഞ്ചിൽ കാണിച്ചു കൊടുത്തൊരു ഒരു മുട്ടുസൂചിയുടെ അറ്റം തൊടാവുന്ന അത്ര സ്ഥലത്ത് രോമമില്ല. ഇത്ര കാലമായിട്ട് എൻ്റെ ഇത്ര രോമേ പോയിട്ടുള്ളൂ. ഓ, അങ്ങ് എവിടെയാ താമസിക്കണത്? ജീവിതം അനിത്യമല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വീടൊന്നും വേണ്ടാന്ന് വെച്ചു. എവിടെ എത്തണമെന്ന് വെച്ചാൽ അവിടെ കിടക്കുകയാണ്. ഉടനെ ദേവേന്ദ്രൻ വിശ്വകർമാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വീടും വേണ്ട നമുക്ക് പുതിയത്, ഒരു പരിപാടിയും വേണ്ട, എനിക്ക് ഇപ്പോൾ ഉള്ളത് തന്നെ ധാരാളമാണ്, ഇപ്പോൾ ഉള്ളത് തന്നെ ധാരാളമാണ്. ഒരു റിപ്പയറും വേണ്ട, ഗോശാലയും വേണ്ട, ഒന്നും വേണ്ട, ഇപ്പോൾ ഉള്ളത് തന്നെ ധാരാളം. അപ്പോൾ ഈ നിത്യം അനിത്യം എന്നുള്ള ആശയം ആപേക്ഷികമായിട്ടുള്ളതാണ്, തീർത്തും ആപേക്ഷികമാണ്. ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ തലത്തിൽ വളരെ സുഖം തോന്നും, ആ തലത്തിലുള്ളവർക്ക് അത് സാധാരണയായിരിക്കും. അവരതിനപ്പുറത്തുള്ളത് നോക്കിയിട്ട് അത് വലിയ സുഖമാണല്ലോ എന്ന് തോന്നും. അവിടെ ജീവിക്കുന്നവർക്കോ അതിലെന്ത് സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, അത് സാധാരണയാണ്. ലോകത്തിലും അങ്ങനെ തന്നെയാണ്, ഇല്ലേ? ഇല്ല. ഇപ്പം നമ്മളൊരു 50 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ വേണം എന്തിനാ 50 പോകണം, ഒരു 30 കൊല്ലം മുമ്പ് നമ്മൾ ലക്ഷറിന്ന് കണക്കാക്കിയത് ഇപ്പോൾ കംഫർട്ടെന്നേ നമ്മൾ കണക്കാക്കുന്നുണ്ടാവും. അതെ, ഒരു 30 കൊല്ലം മുമ്പ് നമ്മൾ കംഫർട്ട് എന്ന് കണക്കാക്കിയത് ഇപ്പം നെസസിറ്റി എന്നായിരിക്കും കണക്കാക്കണം. മാറി വരും, ദേശത്തിനനുസരിച്ച് മാറും, കാലത്തിനനുസരിച്ച് മാറും. ശ്രദ്ധിക്കുക. അപ്പോ ബ്രഹ്മലോകം അടക്കം അനിത്യമാണെന്ന് ഉറച്ചു. അതുകൊണ്ട് ബ്രഹ്മലോക പര്യന്തമുള്ള അനിത്യ വസ്തുക്കളിലുള്ള, ഭോഗവസ്തുക്കളിലുള്ള തുച്ഛബുദ്ധിയാണ് വൈരാഗ്യം. ഇതാണ് വൈരാഗ്യത്തിൻ്റെ നിർവചനം ഇവിടെ വിവേക ചൂടാമണിയിൽ നൽകുന്നത്. തുടർന്ന് ശമാധി ഷഡ്ക സമ്പത്തിയാണ്. ശമം തുടങ്ങിയ 6 എണ്ണം. ശമാധി ഷഡ്ക സമ്പത്തി എന്നാണ് 19ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഈ ശമാധി ഷഡ്ക സമ്പത്തി? ശമം, ദമം തുടങ്ങിയവ വിരജ്യ വിഷയവ്രാദാത് ദോഷദൃഷ്ട്യാ മുഹുർമുഹു സ്വലക്ഷ്യേ നിയതാവസ്ഥ മനസഃ ശമ ഉച്യത്തെ. വിരജ്യ വിഷയവ്രാദാത് ദോഷദൃഷ്ട്യാ മുഹുർമുഹു സ്വലക്ഷ്യേ നിയതാവസ്ഥ മനസഃ ശമ ഉച്യത്തെ. വിഷയവ്രാദാത് ദോഷദൃഷ്ട്യാ അഥവാ മുഹുഹു ദോഷദൃഷ്ട്യാ വിഷയവ്രാദാത് വിരജ്യ മനസഃ സ്വലക്ഷ്യേ നിയതാവസ്ഥ ശമഃ ഉച്യതേ. മുഹുഹു വീണ്ടും 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 വീണ്ടും
വീണ്ടും വീണ്ടും എന്ന് പറയാൻ കാരണം പരാജയപ്പെടട്ടെ വീണ്ടും ശ്രമിക്കുക, പരാജയപ്പെടട്ടെ വീണ്ടും ശ്രമിക്കുക. ഇങ്ങനെ നിരന്തരമായി പരിശ്രമിച്ച്, എന്ത് പരിശ്രമിച്ച്? ദോഷദൃഷ്ടിയെ വളർത്തിക്കൊണ്ടുവന്നിട്ട്. വാസ്തവത്തിൽ ഈ ദോഷദൃഷ്ടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൃഷ്ടി എന്ന് അർത്ഥം എടുത്താൽ മതി, അല്ലാണ്ട് ഇപ്പോൾ ദോഷം വിചാരിക്കുകയൊന്നും വേണ്ട. എന്നാൽ ഇവിടെ ദോഷദൃഷ്ടി എന്നാ പറഞ്ഞത്, ഇത് ശിഷ്യനോട് പറയുന്നോണ്ട് പറഞ്ഞതാ. ജിജ്ഞാസുവായി വേദാന്ത പഠനത്തിന് മറ്റെല്ലാം ഉപേക്ഷിച്ച് വന്ന ശിഷ്യനോട് പറയുന്ന ഭാഷയാണത്. ദോഷദൃഷ്ടിയ, സാമാന്യമായി യഥാർത്ഥ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ദോഷദൃഷ്ടിയ വിഷയം പ്രാതാത് വിരജ്യ, വിഷയക്കൂട്ടത്തിൽ നിന്ന് വിരക്തി വന്നിട്ട്, വിരക്തി നേരത്തെ പറഞ്ഞു, തൊട്ടു മുമ്പ് വിരക്തിയാ പറഞ്ഞത്. ദേഹം മുതൽ ബ്രഹ്മലോകം വരെയുള്ള സകല അനിത്യ ഭോഗ വിഷയങ്ങളിലും യാതൊരു ജുഗുപ്സയുണ്ടോ അതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞു. വൈരാഗ്യം തന്നെയാണ് വിരക്തി. അപ്പൊ ഈ വൈരാഗ്യം നേടിയിട്ട്, വിരക്തി നേടിയിട്ട് വിഷയം പ്രാതാത്, വിഷയക്കൂട്ടത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പിന്തിരിഞ്ഞ് മനസ്സഃ സ്വലക്ഷ്യേ നിയതാവസ്ഥ, മനസ്സിൻ്റെ സ്വന്തം ലക്ഷ്യത്തിലുള്ള നിയതമായ ആ നിലനിൽപ്പിനാണ് ശമം എന്ന് പറയുന്നത്. ഇവിടെ വിശേഷപ്പെട്ട നിർവചനമാണ്, ഇത് ശ്രദ്ധിക്കണം. സാധാരണ ആദ്യം നമുക്ക് ശമം എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് മനസ്സിലാക്കുക, മനസ്സിൻ്റെ നിയന്ത്രണമാണ്. മനസ്സിൻ്റെ നിയന്ത്രണത്തിനാണ് ശമം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിനാണ് ദമം എന്ന് പറയുന്നത്. സാമാന്യമായിട്ട് കുറച്ചും കൂടി ഉയർന്ന് ചിന്തിക്കുമ്പോൾ ശ്രവണാദി വ്യതിരിക്ത വിഷയേഭ്യോ മനസ്സഃ നിഗ്രഹ എന്ന് പറയും. ശ്രവണം, മനനം തുടങ്ങിയ സാധനാമാർഗത്തിൽ നിന്ന് ഭിന്നമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുന്നതാണ് ശമം, ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതാണ് ദമം. അല്ലാണ്ട് എല്ലാത്തിൽ നിന്നും പിൻവലിക്കേണ്ട ആവശ്യമില്ല. ശ്രവണത്തിന് അനുകൂലമായതിലേക്ക് മനസ്സിനെ പ്രവർത്തിപ്പിക്കണം, ശ്രവണത്തിന് അനുകൂലമായതിലേക്ക് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണം. അപ്പം ശ്രവണം തുടങ്ങിയ സാധനയിൽ നിന്ന് ഭിന്നമായ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിപ്പിക്കുന്നത് ദമവും മനസ്സിനെ പിൻവലിപ്പിക്കുന്നത് ശമവുമാണ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി മറ്റൊരു തലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇവിടെ നിർവചിക്കുന്നത്. ഇവിടെ പറയണത് വിഷയവ്രാതാത് വിരജ്യ, വിഷയക്കൂട്ടത്തിൽ നിന്ന്. വിഷയക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ മാത്രമായിട്ടല്ല നമ്മൾ അനുഭവിക്കാറ്. ഇപ്പം നമുക്കിഷ്ടമുള്ള, നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ചിന്തിച്ചോളൂ. അത് സ്ഥാനമോ മാനമോ പണമോ പദവിയോ ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, ഇന്നതെന്ന് വെക്കേണ്ട, പലഹാരങ്ങളോ കാഴ്ചകളോ എന്തെങ്കിലും എടുത്തോളൂ. അതൊന്നും കേവലം ഒരു വിഷയമായിരിക്കില്ല. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ അഞ്ചും ചേർന്നതോ അഞ്ചിലേതെങ്കിലും ചേർന്നതോ ആയിരിക്കും, ഒന്ന് മാത്രമായിരിക്കില്ല. പ്രത്യേകിച്ച് മനുഷ്യനെ സംബന്ധിച്ച് കാണാനും കൊള്ളാം, കേൾക്കാനും കൊള്ളാം, അല്ലേ? അങ്ങനെയാ വരിക. അപ്പൊ വിഷയങ്ങളുടെ കൂട്ടമാണ്, സമാഹാരമാണ്. ഈ വിഷയവ്രാതത്തിൽ നിന്ന്, വിഷയക്കൂട്ടത്തിൽ നിന്ന് വിരജ്യ, വിരക്തി വന്ന് പിന്തിരിഞ്ഞ്, അതുകൊണ്ട് മാത്രം ക്ഷമായിട്ടില്ല ഇവിടെ പറയുന്ന ലക്ഷണം അനുസരിച്ച്. സ്വലക്ഷ്യേ നിയതാവസ്ഥ, സ്വന്തം ലക്ഷ്യത്തിൽ, തത്വവിചാരത്തിൽ മനസ്സിനെ ഉറപ്പിക്കണത്, അതിന് പറയുന്ന പേരാണ് ശമം. വിവേകചൂഡാമണിയിൽ നൽകിയ ഈ നിർവചനം മറ്റു സ്ഥലങ്ങളിൽ അധികം കാണാത്തതാണ്. വളരെ ശ്രേഷ്ഠമായൊരു നിർവചനമാണ്. കാരണം ഭൂരിഭാഗം പ്രകരണങ്ങളിലും നമ്മൾ കാണുക
ശ്രവണാദി വ്യതിരിക്ത വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിഗ്രഹിക്കുന്നതാണ് ശമം എന്നാ പറയുന്നത്. ഇവിടെ പറയുന്നത് അത് മാത്രം പോരാ, പരമസത്യവിചാരത്തിൽ ഘടിപ്പിക്കുകയും കൂടി വേണം. ഇവിടുന്ന് പിൻവലിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇരുന്നോട്ടെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ വിഷയസമൂഹത്തിൽ നിന്ന് പിൻവലിച്ച് ബ്രഹ്മതത്വത്തിൽ മനസ്സിനെ ഘടിപ്പിക്കുന്നതാണ് ശമം. എളുപ്പാണോ? അല്ലാന്ന് കാണിക്കാനാണ് മുഹുഹു മുഹുഹു എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. വീണു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്നത്തേക്കുമായി സ്വയം ശപിക്കാനൊന്നുമില്ല. വീണിട്ട് തന്നെയാണ് എഴുന്നേറ്റ് നടക്കുന്നത്. അതുകൊണ്ട് മുഹുഹു മുഹുഹു, വീണ്ടും വീണ്ടും സ്വലക്ഷ്യത്തിലേക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിയതമായ സ്വലക്ഷ്യത്തിലുള്ള ഉറപ്പിക്കലാണ് ശമം. അപ്പൊ ശമാദി ഷഡ്കസമ്പത്തി എന്ന് നേരത്തെ പറഞ്ഞു. ശമം തുടങ്ങിയ 6 സമ്പത്തികളെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഇതാണ് ശമം. രണ്ടാമത്തേതോ ദമം. എന്താ ദമം? വിഷയേഭ്യ പരാവർത്തിയ സ്ഥാപനം സ്വസ്വഗോളകേ ഉഭയേഷാമിന്ദ്രിയാണാം സദമഃ പരികീർത്തിതഃ. വിഷയേഭ്യ പരാവർത്തിയ സ്ഥാപനം സ്വസ്വഗോളകേ ഉഭയേഷാമിന്ദ്രിയാണാം സദമഃ പരികീർത്തിതഃ. വിഷയേഭ്യഃ പരാവർത്തിയ, വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചിട്ട് സ്വസ്വഗോളകേ സ്ഥാപനം, സ്വന്തം സ്വന്തം ഗോളകങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ളത്. എന്തിനെ? ഉഭയേഷാം ഇന്ദ്രിയാണാം, 2 പ്രകാരത്തിൽപ്പെട്ട ഇന്ദ്രിയങ്ങളെയും. അതിന് പറയുന്ന പേരാണ് ദമഹ. ഇത് പരികീർത്തിത, പരികീർത്തിതമാണ്. വിദ്വാൻമാരാൽ, ആചാര്യന്മാരാൽ പരികീർത്തിതമാണ്. ഇപ്പൊ പരികീർത്തിത എന്ന് പറഞ്ഞാൽ കൈഹിന്ന് ചോദ്യം വരും, ആരാൽ എന്ന്. ആരാൽ പരികീർത്തിതാണ്? ഞാനിങ്ങനെ കേട്ടിട്ടില്ലല്ലോ. പറഞ്ഞു വിദ്വാൻമാരാൽ, പണ്ഡിതന്മാരാൽ പരികീർത്തിതമാണ്. എന്ത്? 2 വിഭാഗം ഇന്ദ്രിയങ്ങളെയും. ഉഭയേഷാം ഇന്ദ്രിയാണ്, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. അങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ നമുക്ക്. കാണാൻ, കേൾക്കാൻ, രുചിക്കാൻ, മണക്കാൻ, സ്പർശിക്കാൻ. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പറയാൻ, എടുക്കുക, കൊടുക്കുക തുടങ്ങിയവ ചെയ്യാൻ, നടക്കുക, ചാടുക, ഓടുക തുടങ്ങിയവ ചെയ്യാൻ, മലമൂത്രാദി വിസർജനങ്ങളെ ചെയ്യാൻ, ലൈംഗിക ചേഷ്ടകളെ ചെയ്യാൻ. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ 2 വിഭാഗം ഇന്ദ്രിയങ്ങളെയും വിഷയേഭ്യ പരാവർത്തിയ, വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചിട്ട്, ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിൽ നിന്ന്. പോരാ, അതുകൊണ്ട് മാത്രമായില്ല. വക്തവ്യം, അതാണല്ലോ വാക്കിൻ്റെ വിഷയം. വക്തവ്യം, പറയേണ്ടുന്നത്. അല്ലെങ്കിൽ ദാതവ്യം, ആദാതവ്യം, കൊടുക്കേണ്ടത്, എടുക്കേണ്ടത്. അതാണ് കയ്യിൻ്റെത്. ഗന്തവ്യം, അതാണ് വിഷയം, കാലിൻ്റെ വിഷയം. വിസർജയിതവ്യം, വിസർജിക്കപ്പെടേണ്ടത്. ആനന്ദയിതവ്യം, ആനന്ദിക്കപ്പെടേണ്ടത്. ഇതാണ് കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയം. അപ്പൊ ഈ വിഷയങ്ങളിൽ നിന്ന് 2 വിഭാഗം ഇന്ദ്രിയങ്ങളെയും പിൻവലിച്ചുകൊണ്ട് മാത്രമായില്ല, സ്ഥാപിക്കണം. എവിടെ സ്ഥാപിക്കും? സ്വസ്വഗോളകേ, അതത് ഗോളകത്തിൽ. ഗോളകം എന്ന് പറഞ്ഞാൽ അതത് ഇന്ദ്രിയങ്ങൾ ആശ്രയിക്കുന്ന സ്ഥാനമാണ് ഗോളകം. ഇപ്പൊ കണ്ണിൻ്റെ ഗോളകം എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ണ്. നേത്രേന്ദ്രിയ ഇതല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം.
ശ്രോത്രേന്ദ്രിയം ഇതല്ല, ചെവിയല്ല. ഇത് ശ്രോത്രേന്ദ്രിയം പ്രവർത്തിക്കുന്ന ഗോളകമാണ്. ശ്രോത്രേന്ദ്രിയം അതിസൂക്ഷ്മമാണ്. ഇതുപോലെ നാക്കിനെ ആശ്രയിച്ചാണ് രസനേന്ദ്രിയം. അപ്പം ഗോളകമാണ് നാക്ക്, നാവ്. ഇന്ദ്രിയം സൂക്ഷ്മമാണ്. ദേഹം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് ത്വക്ക്. ത്വക്കിന് വിശേഷമുണ്ടേ. ത്വക്ക് ദേഹത്തിൻ്റെ പുറത്ത് മാത്രമല്ല, മൊത്തം വ്യാപിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ത്വക്ക് അകത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് അകത്തെ സ്പർശങ്ങൾ അറിയില്ലായിരുന്നു. അകത്തെ സ്പർശം അറിയുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അപ്പോൾ ത്വക്ക് അവിടെ സ്പർശശക്തി അകത്തും ഉണ്ട്. കുറച്ചൊരു പുളിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അകത്ത് അറിയുന്നുണ്ട്, എരിവ് ചെന്ന അകത്ത് അറിയുന്നുണ്ട്. പക്ഷേ ത്വക്ക് പുറത്തുള്ള അത്ര വിശദമല്ല അകത്ത് എന്ന് പറയാം. അത്രയും സർവം വ്യാപിച്ച് നിൽക്കുന്നത് ആ ത്വക്ക്. അതൊക്കെ ഗോളകമാണ്, ഇന്ദ്രിയ സൂക്ഷ്മമാണ്. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയവും അതതിൻ്റെ ഗോളകത്തിൽ സ്ഥാപിക്കുന്നു. എളുപ്പമല്ല, മനസ്സിലാക്കുക. ഒട്ടും എളുപ്പമല്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മ നമ്മളെടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു. ഇത് കഥയല്ല, ഉണ്ടായതാണ്. മകളെ കൊണ്ടാ പരാതി പറഞ്ഞ്. മകള് ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല സ്വാമിയെന്ന്. ഞാൻ പറഞ്ഞു, ശരി, നല്ല കാര്യം. ഈ അമ്മയുടെ കണ്ണനുസരിക്കുന്നുണ്ട് അമ്മ പറയണത്. സ്വന്തം ദേഹത്തിലെ കണ്ണിനെ അനുസരിപ്പിക്കാൻ കഴിയുമോ? പിന്നെയല്ലേ മോളെ അനുസരിപ്പിക്കാൻ പറ്റുന്ന. സ്വന്തം ചെവി അനുസരിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഉണ്ടെങ്കിൽ പറയൂ, ആർക്കാ പറ്റുക? അപ്പം ഈ ശരീരത്തിലെ ഒരു അംഗത്തെ പോലും അനുസരിപ്പിക്കാൻ പറ്റാത്ത നമ്മളാണോ വേറെ ഉള്ളവരെ അനുസരിപ്പിക്കാൻ പോണത്? മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? എന്തിനാ വേറെ ഉള്ളവരെ അനുസരിപ്പിക്കാൻ? എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കണില്ല, എൻ്റെ ഭർത്താവ് എന്നെ എടാ, നീ ജീവിക്കടേ. സാധ്യമല്ല. എന്നിട്ട് എൻ്റെ ശിഷ്യന്മാരെ ഞാൻ അനുസരിപ്പിക്കാൻ പോവുകയാണ്. പൊട്ടത്തരം നല്ലതാണ്. നമുക്ക് നമ്മുടെ കരണങ്ങളെ അനുസരിപ്പിക്കാൻ വയ്യ, പിന്നെയല്ലേ ബാക്കിയുള്ളതല്ലേ. കരണങ്ങളെ അനുസരിപ്പിക്കാൻ കഴിയുന്നവർ നമ്മൾ എത്ര പേരുണ്ടാവും? വിഷമാണ്, വളരെ വിഷമാണ്. ഒന്നിനനുസരിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് മറ്റത് ഓടിയിട്ടുണ്ടാവും, ഇല്ലേ? അതാണ്. അതുകൊണ്ട് മക്കൾക്ക് വളരാനുള്ള സാഹചര്യം കൊടുക്കുക, അനുസരിപ്പിക്കാൻ നോക്കണ്ട. അത് വളരട്ടെ. അനുസരിപ്പിക്കുന്നില്ല നമ്മൾ കേമന്മാരിൽ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അധികം ഉണ്ടാവണത് വീട്ടിൽ. പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അവരെ അനുസരിപ്പിച്ച് എന്തായി ഇരിക്കുക. അവിടെ സ്വന്തം ഗോളകത്തിൽ ഇരുത്താൻ ഉള്ള ആ പരിശീലനമാണ് ദമം. സ്ഥാപനം സ്വസ്വഗോളകേ. കണ്ണിനെ കണ്ണിലിരുത്തുക, ചെവിനെ ചെവിയിലിരുത്തുക, മൂക്കിനെ മൂക്കിലിരുത്തുക. ഇപ്പം തന്നെ അത് എവിടേക്കാണ് ഉടനുണ്ടാവുക? ആലോചിച്ച് നോക്കൂ, ഇല്ലേ? അങ്ങനെ ഉഭയേഷാം ഇന്ദ്രിയാണാം, രണ്ട് ഇന്ദ്രിയങ്ങളെയും സ്വസ്വഗോളകെ സ്ഥാപനം. രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം ഇന്ദ്രിയങ്ങളെയും സ്വന്തം ഗോളകത്തിൽ സ്ഥാപിക്കുന്നതിന് പറയുന്ന പേരാണ് ദമം. അതുകൊണ്ട് നമ്മൾ ആരും ദമം സിദ്ധിച്ചു എന്ന് പറയരുത്, ദമം ശീലിക്കുന്നു എന്നേ പറഞ്ഞോളൂ. ശമം സിദ്ധിച്ചു എന്ന് പറയരുത്, ശമം ശീലിക്കുന്നു എന്നേ പറഞ്ഞോളൂ. അവിടെയൊക്കെ മുഹുർമുഹു, വീണ്ടും വീണ്ടും എന്ന് ഓർക്കേണ്ടി വരും. അഭ്യാസം. അപ്പോൾ ശമം, ദമം. മൂന്നാമത്തത് ഉപരതിയാണ്. ഉപരതി എന്നുള്ളതിന് പല ആചാര്യന്മാരും സന്യാസമാണ് ഉപരതി എന്ന് പറയും. ഉപരതിർ നാമ സന്യാസ. ഉപരതി എന്ന് പറഞ്ഞാൽ സന്യാസമാണെന്ന് പല ആചാര്യന്മാരും പറയും. ചില സ്ഥലത്ത് ആചാര്യന്മാർ പറയും ഈ ശമവും ദമവും ശീലിക്കുകയാണല്ലോ,
ഇപ്പോൾ ശമം നമ്മൾ പരിശീലിക്കുകയാണ്, ദമം പരിശീലിക്കുകയാണ്. ഈ ശമദമങ്ങൾ സിദ്ധമായിട്ടുള്ള അവസ്ഥയാണ് ഉപരതി. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും മുഴുവൻ തന്നിൽ തന്നെ ഉപരമിച്ച് താനായിരിക്കുക, അതാണ് ഉപരമണം. തന്നിലേക്ക് തിരിച്ചു വന്നു. അതാണ് ഉപരതി. ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ്, ബാഹ്യാനാലംബനം വൃത്തേ രേഷോപരതിരുത്തമാ. ബാഹ്യാനാലംബനം വൃത്തേ രേഷോപരതിരുത്തമാ. ബാഹ്യാനാലംബനം വൃത്തേ ഏഷോപരതിരുത്തമാ. ബാഹ്യ അനാലംബനം, ബാഹ്യമായ ഒന്നിനെയും ആലംബിക്കാതിരിക്കുക. ബാഹ്യമായതിനെ ആലംബിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തന്നെ തന്നെ ആലംബിച്ചിരുന്നോളൂ. രണ്ടല്ലേ ഉള്ളൂ. പുറത്തേക്ക് പോണ്ട പറഞ്ഞാൽ അകത്തിരുന്നോളൂ എന്നാണല്ലോ അർത്ഥം. അപ്പം ഏവ പുറത്തേക്ക് ഓടുന്നതാ? ഏത്? ഈ ഇന്ദ്രിയങ്ങൾ 10, ഇവയുടെ അധ്യക്ഷനായിട്ടുള്ള മനസ്സ്. കാരണം ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വലിക്കും, മനസ്സ് ഇന്ദ്രിയങ്ങളെ തള്ളും. മനസ്സിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. മനസ്സൊരു രൂപമുള്ളതല്ല, അത് മൂർത്തം അല്ല, അമൂർത്തമാണ്, സൂക്ഷ്മമാണ്. എങ്കിൽ തന്നെ നമുക്കൊരു സങ്കല്പത്തിനൊരു മൂർത്തഭാവം കൊടുക്കാമല്ലോ. മൂർത്തമല്ല എന്നറിഞ്ഞിട്ട് തന്നെ മൂർത്തഭാവം കൊടുക്കാമല്ലോ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മനസ്സിന് എത്ര ദ്വാരങ്ങളുണ്ട്? ഒരു ഭാഗത്തേക്ക് 5 ദ്വാരം, വേറൊരു ഭാഗത്തേക്ക് 1 ദ്വാരം, മുകളിൽ 1 ദ്വാരം. ഇങ്ങനെയാണ് ഞാൻ കാണുന്നത് മനസ്സിനെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കാണാം, ഇതുപോലെ കണ്ടോളണമെന്നൊന്നുമില്ല. അമൂർത്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി ഒരു മൂർത്തിഭാവം കൊടുക്കുക. ഒരു എന്താ പറയേണ്ടത്, ഒരു അറ. ആ അറയ്ക്ക് 5 ദ്വാരങ്ങൾ ഒരു ഭാഗത്തേക്ക്, 1 ദ്വാരം ഒരു സൈഡിലേക്ക്, 1 ദ്വാരം മുകളിലും. കഴിഞ്ഞു. ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഒരു ഭാഗത്തേക്കുള്ള ദ്വാരം. ചിത്തമാണ് മറ്റേ ഭാഗത്തേക്കുള്ള ദ്വാരം. ബുദ്ധിയാണ് മുകൾ ഭാഗത്തേക്കുള്ള ദ്വാരം. അപ്പം 5 ഇന്ദ്രിയങ്ങൾ വഴിക്കും മനസ്സിലേക്ക് സംവേദനങ്ങൾ വരും. മനസ്സ് അതിനനുസരിച്ച് അതിൻ്റെ പിന്നാലെ ഓടും. ചിത്തത്തിൽ നിന്ന് ഇങ്ങോട്ട് സ്മൃതികൾ വരും. മുമ്പ് അനുഭവിച്ചത്, മുമ്പ് സങ്കല്പിച്ചത്. അനുഭവിക്കാത്തതും അനുഭവിച്ചു എന്ന് സങ്കല്പിക്കും. മനസ്സിലായില്ല? എങ്ങനെ അനുഭവിക്കാത്തത് അനുഭവിച്ചു എന്ന് സങ്കല്പിക്കുക? അനുഭവിച്ചതല്ലേ അനുഭവിച്ചു എന്ന് സങ്കല്പിക്കൂ? അല്ല. അപ്പം നമ്മൾ എത്ര സ്ഥലങ്ങളിലാണ് പ്രഭാഷണം ചെയ്യണേ? 100 കണക്കിന് 1000 കണക്കിന് പ്രഭാഷണങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പ്രഭാഷണങ്ങളിൽ വസ്തുതകളെല്ലാം ശാസ്ത്രത്തിനനുസരിച്ച് പറയുന്നു. ദൃഷ്ടാന്തങ്ങളൊക്കെ പറയണത് കള്ളത്തരാ. ഒരൊറ്റ ദൃഷ്ടാന്തം പോലും സത്യം പറയില്ല. നിങ്ങൾ മനസ്സിലാക്കണേ. ഈ പറഞ്ഞ ദൃഷ്ടാന്തം സത്യമെന്ന് വിചാരിക്കരുതേ. സത്യമായി ദൃഷ്ടാന്തം പറയാൻ പാടില്ല. അപ്പോൾ കോഴിക്കോട് നടന്നൊരു സംഭവം, തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം, അല്ലെങ്കിൽ കണ്ണൂർ നടന്നൊരു സംഭവം, 3 കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് പറയും. അല്ലാതെ ഉള്ളതാന്ന് വിചാരിച്ചോ ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ? ദൃഷ്ടാന്തങ്ങൾ ഒരിക്കലും ഉള്ളത് പറയരുത്, ഒരിക്കലും പറയരുത്. പറഞ്ഞാൽ ആർക്കെങ്കിലും അത് കൊള്ളും, അവർക്ക് നോവും, ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ താറുമാറാവും. ഉള്ള കഥകൾ പറഞ്ഞാൽ, ഉള്ളതുള്ള പോലെ പറഞ്ഞാൽ അവരുടെ ജീവിതം തകരും. ചിലപ്പോൾ നമ്മുടെ ജീവിതവും തകരും.
തല്ലുകൊണ്ട് കഴിഞ്ഞാൽ. സംശയമില്ല. എന്താ അപ്പം ദൃഷ്ടാന്തം നമ്മൾ പല സ്ഥലത്തു നിന്ന് എടുത്തിട്ടുണ്ടാക്കിയിട്ടാണ് പറയുക. അങ്ങനെ കള്ളത്തരം ഒരു 100 സ്ഥലത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. തുറന്ന് പറയുകയാണ്, ഒരു 100 സ്ഥലത്ത് ഈ ഒരേ കള്ളത്തരം പറഞ്ഞാൽ അത് ഉള്ളതാണെന്ന് നമുക്ക് തന്നെ തോന്നും. ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. സ്വയം തോന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ ചോദിക്കോളൂ. സ്വാമി ഈ പരിപാടി എപ്പോൾ തുടങ്ങിയതാ? അത് കുറേ കാലമായി, ഇപ്പോൾ തുടങ്ങിയതല്ല. പണ്ട് നമ്മൾ 90-ലാണ് ഈ പ്രഭാഷണങ്ങളൊക്കെ കേരളത്തിൽ ആരംഭിച്ചത്. ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഒരു ഒരു ശാസ്ത്രവിചാരം അല്ലെങ്കിൽ പ്രഭാഷണം എന്നുള്ളത് 88-ലാണ് ആദ്യമായിട്ട് ഉപദേശസാരം വ്യാഖ്യാനത്തോടു കൂടി ആരംഭിച്ചത്. അത് ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ 89-ൽ ഭഗവത്ഗീത മുഴുവൻ വ്യാഖ്യാനിച്ചു. അത് രണ്ടും ഹിന്ദിയിലായിരുന്നു. പിന്നെ കേരളത്തിൽ വന്ന 90-ൽ. അപ്പോൾ ആദ്യ കാലത്തൊക്കെ സത്യസന്ധമായി പറയട്ടെ, ഒക്കെ ഉള്ള ദൃഷ്ടാന്തങ്ങളാണ് പറയുക, സത്യമാണ് പറയുക, സത്യമേ പറയാൻ പാടുള്ളൂ ഒക്കെയാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഒരു ദിവസം ആശ്രമത്തിൽ നവരാത്രി ജപം കഴിഞ്ഞു. നവരാത്രി കാലത്തെ ജപം കഴിഞ്ഞു. കണക്കൊക്കെ എല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി. ചിലർ ദക്ഷിണ വെച്ചു, അങ്ങനെയൊക്കെ ആയിട്ട് ഒക്കെ പോയി. കുറേ പൈസയൊക്കെ കിട്ടി, സന്തോഷം. കണക്ക് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, 3000 രൂപയുടെ കുറവുണ്ട്. എവിടുന്നാ 3000 കിട്ടുക ഭഗവാനെ? ആകെ വിഷമിച്ചു. എന്താ ചെയ്യുക? ഒരു നിവൃത്തിയില്ല. പീടികയിൽ 5 കൊടുക്കുകയും വേണം. അപ്പം അവിടെ ആ കാലത്ത് പണ്ടേ ആശ്രമത്തിൽ വരുന്നവർക്കൊക്കെ അറിയാം, അവിടെ ഒരു അടപ്പ് പോലും ഇല്ലാത്തൊരു ഇരുമ്പല്ല ലോഹത്തിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഇത്ര ഉള്ള ഭണ്ഡാരം എന്നുണ്ട്, ഗൃഹഭണ്ഡാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതിന് അടപ്പുമില്ല, ഒന്നുമില്ല. ഞാൻ വെറുതെ MCBിനോട് പറഞ്ഞു, MCB അതൊന്ന് തുറന്നു നോക്കൂ. അതെന്ത് തുറന്നു നോക്കാനാ സ്വാമി? അതിന് അടപ്പുമില്ല, ഒന്നുമില്ല. തുറന്നു നോക്കുന്നേ. നോക്കുമ്പോൾ 500 രൂപയുടെ 6 നോട്ടുണ്ട്. കാര്യം നടന്നല്ല, 3000 രൂപ കിട്ടിയില്ലേ. MCB അഭിമാനത്തോടു കൂടി പോയി കടയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു, കടമൊക്കെ തീർത്തു. ഒരു പ്രശ്നമില്ല. ഭംഗിയായിട്ട് ആശ്രമത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞു. ശരി. ആ വർഷം മണ്ഡലകാല പ്രഭാഷണം നടക്കുകയാണ് കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ. ഈ പറയുന്ന സത്യമാണ്, ഉണ്ടാക്കി പറയല്ല. നിങ്ങൾ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരത്തുള്ള സ്വാമി കണ്ണൂരാക്കി പറയാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ദൃഷ്ടാന്തം പറഞ്ഞു. എന്താ ദൃഷ്ടാന്തം? ചിലരുണ്ട് എന്ത് തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാം. കഷ്ടപ്പെടുന്നവരെടുത്തുനിന്ന് പലിശ മേടിച്ച് അവരുടെ എല്ലാം നശിക്കുന്നതിന് താൻ കാരണമായി അവസാനം സ്വന്തം ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമ്പോൾ ഏതെങ്കിലും ആശ്രമത്തിലെ ഭണ്ഡാരത്തിൽ പൈസ കൊണ്ടിട്ടാലൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കും. നടപ്പില്ല. വെറുതെ വിചാരിക്കുകയാണ്. കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണം. പ്രസംഗിച്ചു. കാരണം ഈ പൈസ ആരാട്ട് നമുക്കറിയില്ല, എന്ത് പൈസയാണെന്നുള്ള ഒന്നും അറിയില്ല. നമ്മൾ മനസ്സിലെ ഈ പൈസ ഇല്ല. പക്ഷേ ഈ പൈസ ആരാണോ ആശ്രമത്തിലിട്ടത് അയാൾ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. അത് പലിശ വകയിൽ കിട്ടിയ പൈസയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ ചില അനർത്ഥങ്ങൾ വന്നപ്പോൾ ജ്യോത്സ്യരെടുത്ത് പോയിട്ട് ജ്യോത്സ്യർ പറഞ്ഞതിനനുസരിച്ചാണ് ഒരു ആശ്രമത്തിൽ ഭണ്ഡാരത്തിലിട്ടാൽ മതി പറഞ്ഞു അയാൾ ഇട്ടത്. ഇത് ഞാൻ അറിയോ? ആരാട്ടെന്നറിയോ? ഒന്നും അറിയില്ലല്ലോ. ശരി. കാലം മുന്നോട്ട് പോയി. അടുത്ത വർഷം ആശ്രമത്തിൽ അന്തര്യോഗം നടന്നു. ഡിസംബർ മാസത്തിൽ അന്തര്യോഗം കഴിഞ്ഞപ്പോൾ ഇതേ പെട്ടിയിൽ 2-3 സ്വർണ്ണാഭരണങ്ങൾ, മാല, പ്രത്യേകിച്ച് ഒരു പ്രത്യേകതരം കമ്മൽ. അപ്പോൾ വളരെ ടൈറ്റ് ഉണ്ട് പൈസയ്ക്ക്. അപ്പോഴായി സ്വർണം കിട്ടിയത്. സന്തോഷമായി. ഇതാരിട്ടതായിരിക്കും ഞങ്ങൾ ആലോചിച്ചു. ഇത് വയസ്സായ മുസ്ലിം സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ്. ആ ടൈപ്പ് വേറെ ആരും അത് ഉപയോഗിക്കാറില്ല. വളരെ പ്രായമുള്ള മുസ്ലിം അമ്മൂമ്മമാർ ഉപയോഗിക്കുന്ന, മുത്തശ്ശിമാർ ഉപയോഗിക്കുന്ന സാധന. ഈ കാതിൽ മുഴുവൻ ഇവിടെയൊക്കെ തുളച്ചിട്ട് ഇങ്ങനെ ഇടും. ഒരു 5-10 തുള ഉണ്ടാവും. കാതെല്ലാം കൂടി ഇങ്ങനെ വളഞ്ഞിട്ട്.
അപ്പം ഇതാരായിരിക്കും? അപ്പം ആ കാലത്ത് ആശ്രമത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരാൾ സ്ഥിരം വരാറുണ്ട്. നമ്മൾ മ്ലേച്ഛൻ എന്നാ വിളിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മ്ലേച്ഛൻ കൊണ്ടിട്ടതായിരിക്കും, എന്തായാലും ചോദിക്കാൻ ഇനി വരുമ്പോൾ. പക്ഷെ അത്യാവശ്യത്തിന് ഇപ്പോൾ വിറ്റ് കാശാക്കണമല്ലോ, മ്ലേച്ഛനോട് ചോദിക്കലൊക്കെ പിന്നെ ആക്കാം. തൽക്കാലം അത് വിറ്റ് കാര്യം നടത്തുക. കാര്യമൊക്കെ നടത്തി. അപ്പം ഞങ്ങൾ ഉറപ്പിച്ചു അത് മ്ലേച്ഛൻ കൊണ്ടിട്ടതാ. ചിദാനന്ദപുരി സ്വാമി തളിപ്പറമ്പിൽ പ്രസംഗിക്കുകയാണ്. ഒരു ഗത്യന്തരം ഇല്ലാതെ വരുമ്പോൾ എന്തെങ്കിലും സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് പൈസ മേടിക്കും. എന്നിട്ട് ഇത് അവർക്ക് തിരിച്ചു കൊടുക്കില്ല. അവർ വന്ന് കാല് പിടിച്ച് കരഞ്ഞാലും കൊടുക്കില്ല. അവസാനം പാപഭാരം കൂടി മാനസിക വിഭ്രാന്തിയൊക്കെ വന്ന് അവസാനം ആസ്തുമയും ചൊറിയും ഒക്കെ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും അമ്പലത്തിലോ ആശ്രമത്തിലോ കൊണ്ടിട്ടാൽ ഒക്കെ ശുദ്ധമായി എന്നാണ് വിചാരിക്കണത്. നടപ്പില്ല. ഇതേ കക്ഷിയാ കേട്ടിരിക്കണത്. ഭഗവാനെ, ഞാൻ അറിയോ അത്? ആദ്യം ആരാണോ 3000 ഉറുപ്പിക ഇട്ടത് അയാൾ തന്നെയാണ് ഇത് വിട്ടത്. അപ്പം അയാൾക്ക് എന്ത് മനസ്സിലായി? ചിദാനന്ദപുരി സ്വാമി എൻ്റെ പിന്നാലെ തന്നെയാണ് എന്ന് മനസ്സിലായി. ഞാനത് വല്ലതും അറിയുമോ? ഒന്നും അറിയില്ല. കാലം പിന്നെയും മുന്നോട്ട് പോയി. മാതൃഭൂമിയിൽ വാർത്ത 1-2 ദിവസങ്ങളിലുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല. ദാവൂദ് ഇബ്രാഹിമിൻ്റെ കത്ത് സ്ഥിരമായി തളിപ്പറമ്പിലേക്ക് വരുന്നു, കണ്ണൂരേക്ക് വരുന്നു. പോലീസ് അന്വേഷണം നടത്തി. ഒരു ദാവൂദ് ഇബ്രാഹിമും അല്ല അയക്കണത്, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് അയക്കണത്. ഈ വാർത്ത വന്നു. ഇത് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു നമ്മൾ. ഇതേ കക്ഷി കേട്ടിരിക്കുക. അപ്പം ആരാണ് അയക്കണത്? ഇയാളുടെ അച്ഛനാണ് അയക്കണത്. അപ്പോൾ സ്വാമി പറഞ്ഞ് എന്നെ പറഞ്ഞപ്പോൾ ആരെ പറയാൻ തുടങ്ങി? എൻ്റെ അച്ഛനെ പറയാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്താലും സ്വാമി അറിയും. പാവട്ടോ, വല്ലാത്ത അവസ്ഥയാണ്. ഇയാൾ നല്ല കല്യാണാലോചന വന്നു, ഒറ്റൊന്നും അയാൾ തന്നില്ല. കാരണം ഞാൻ ചെയ്യണ എല്ലാം സ്വാമി കാണും. എൻ്റെ ജീവിതത്തിൽ രഹസ്യമില്ല. ഇയാൾ അത്യാവശ്യം പുകവലിക്കുക, അത്യാവശ്യത്തിന് കുറച്ചൊക്കെ സേവിക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നിർത്തി. ഞാൻ എന്ത് ചെയ്താലും സ്വാമി കാണും. ചുരുക്കി പറയാലോ, 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ബിസിനസ് നോക്കാണ്ടായി. ഇയാൾക്ക് വലിയ എസ്റ്റേറ്റുകളുണ്ട്, എസ്റ്റേറ്റ് നോക്കാണ്ടായി. മുറിയിൽ വാതിലടച്ചിരിക്കുകയാണ്. കാരണം എന്തുണ്ടെങ്കിലും സ്വാമി കാണും. ചിദാനന്ദപുരി സ്വാമി അറിയാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇയാൾക്ക് ചിദാനന്ദപുരി സ്വാമിയോ വലിയ പ്രേമാണ്. എന്നിട്ട് പാവം വണ്ടി എടുത്ത് കുളത്തൂർ വരും. ആശ്രമത്തിൽ എടുത്ത് വരില്ല, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വണ്ടി നിർത്തും. എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാണ്ട് നടന്ന് അവിടെ വന്ന് ഏന്തി നോക്കി കണ്ടുപോകും. അല്ലാത്ത ഒരു ദിവസം ഞാൻ പിടിച്ചു, ബലമായി പിടിച്ച് ലോഹ്യമൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ വരാൻ പറഞ്ഞു. ആ വീട്ടിൽ വരണം. വരണ്ട. നമ്മൾ വീട്ടിൽ പോയി കുറേ മണിക്കൂർ ഒന്നിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, നിങ്ങളുടെ ഒരു സംഗതി ഞാൻ അറിയില്ല, വെറുതെ വിചാരിക്കുകയാണ്, നിങ്ങൾ സ്വന്തം കൽപ്പിച്ചുണ്ടാക്കുകയാണ്, എനിക്ക് അങ്ങനത്തെ യാതൊരു കഴിവുമില്ല, ഞാനൊരു സാധാരണ മനുഷ്യൻ. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്, നമ്മൾ ഈ ഒരു ജോലിയിലാണ് പ്രവർത്തിക്കണം, വേറെ ഒരു മികവും കഴിവും എനിക്കില്ല, ഇങ്ങനത്തെ അബദ്ധവിശ്വാസമൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് ബോധിപ്പിച്ചതെന്ന് അറിയില്ല. ഇപ്പം എന്തായാലും യാതൊരു ബന്ധവും അയാളുമായിട്ട് കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല. നല്ല മനുഷ്യനാണ്. പിന്നെ അയാൾ എസ്റ്റേറ്റൊക്കെ നോക്കാൻ തുടങ്ങി, ഒക്കെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷം നമ്മൾ ഒരിക്കലും ദൃഷ്ടാന്തം ഉള്ളത് പറയാറില്ല. ആർക്കാ കൊള്ളുക എന്നറിയില്ല. പാവം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര ദുഃഖിച്ചിട്ടുണ്ടാവും. നമ്മൾ ബോധപൂർവം അല്ലല്ലോ. അത് ദൃഷ്ടാന്തം ഒരിക്കലും വിശ്വസിക്കരുത്. പക്ഷെ പറഞ്ഞത് ഇങ്ങനെ തട്ടിപ്പൊരു 100 പ്രാവശ്യം പറഞ്ഞാൽ ഉള്ളതായിട്ട് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഓർമ്മ ഉണ്ടാവുക. അതുകൊണ്ട് അഭ്യാസം വളരെ പ്രധാനമാണ്. കാരണം വൃത്തി, ബാഹ്യ അനാലംബനം വൃത്തേഹേ എന്നാ പറഞ്ഞത്. വൃത്തിയുടെ ബാഹ്യ അനാലംബനം, ബാഹ്യങ്ങളായവയെ ആലംബം ചെയ്യാതിരിക്കുക. ആരുടെ?
വൃത്തിയുടെ. നേരത്തെ പറഞ്ഞത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയുമാണ്. ഇത് മനോവൃത്തികൾ ബാഹ്യാലംബനം ചെയ്യാതെ തന്നിൽ താനായി ഒതുങ്ങിയിരിക്കുന്നതാണ് ഉപരതി. അതുകൊണ്ടാണ് കർമ്മത്യാഗമാണ്, വ്യാപാരത്യാഗമാണ് ഉപരതി എന്നുള്ള നിലയ്ക്ക് സന്യാസം എന്ന് ചില ആചാര്യന്മാർ നിർവചിക്കുന്നത്. ബാഹ്യങ്ങളായ ഒന്നിനെയും ആലംബമാക്കാതെ തന്നിൽ ഒതുങ്ങിയിരിക്കുന്ന സ്വാത്മനിഷ്ഠയാണ് ഉപരതി. അതുകൊണ്ടാണ് സന്യാസം എന്ന് ചില ആചാര്യന്മാർ പറഞ്ഞത്. ആത്മാകാരവൃത്തിയല്ല. ഇതിപ്പോ ആത്മാകാരവൃത്തിയൊക്കെ എവിടെ പിന്നെ പഠിക്കേണ്ടതല്ലേ. വൃത്തി ഇപ്പൊ നമ്മളൊന്ന് കാണുന്നുണ്ടെങ്കിൽ വൃത്തിയാണല്ലോ, വൃത്തിജ്ഞാനമാണല്ലോ. ആത്മാകാരവൃത്തി ഇപ്പൊ ചിന്തിക്കരുത്. അതായത് ബാഹ്യമായ ആലംബനത്തിൽ പോവാതെ മനസ്സിനെ അയത്നപൂർവമായിട്ട് തന്നിൽ തന്നെ ഇരുത്തുക. അപ്പൊ അത് തന്നെയല്ലേ ശമം? അല്ല, ശമം യത്നപൂർവമാണ്. മനസ്സിലായില്ല? ശമം പ്രയത്നപൂർവമാണ്. ഇപ്പോൾ ഒരു പ്രയത്നവുമില്ലാതെ മനസ്സും ഇന്ദ്രിയങ്ങളും പോരാ, അന്ധക്കരണത്തിൽ ഉള്ള വിഷയാകാര വൃത്തികളും ബാഹ്യമായ ആലംബനമില്ലാതെ തന്നിൽ തന്നെ ഇരിക്കുന്നതാണ്. പക്ഷെ ഇത് നല്ല അഭ്യാസം അനിവാര്യമാണ്. ഇതൊക്കെ പറഞ്ഞത് മനസ്സ് അനുഭവിച്ചതിനെയും അനുഭവിക്കാത്തതിനെയും ചേർത്തുണ്ടാക്കും. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള വൃത്തിയാണ്? അനുഭവിച്ചതിനെ സംബന്ധിച്ച വൃത്തി, അനുഭവിക്കാത്തതിനെ സംബന്ധിച്ച വൃത്തി. ദൃഷ്ടം ച ദൃഷ്ടം ച ശ്രുതം ച ശ്രുതം ച എന്നൊക്കെ ഉപനിഷത്ത് അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ പരിപൂർണമായി ഇന്ദ്രിയ മനോവൃത്തികൾ തന്നിൽ തന്നെ ഇരിക്കുന്ന സഹജസ്ഥിതിയാണ് ഉപരതി അല്ലെങ്കിൽ ഉപരമണം. അപ്പൊ എത്രയായി? വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി. 9 സാധനകളാണ് മൊത്തം. അതിൽ 5 സാധനയെക്കുറിച്ച് പറഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.